അതിവേഗവും സാങ്കേതികത നിറഞ്ഞതുമായ ലോകത്തിൽ മനുഷ്യരുടെ ജീവിതശൈലി വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. പകൽ പ്രയത്നം, രാത്രി വിശ്രമം എന്ന സ്വാഭാവിക രീതി പാലിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ പ്രകൃതിയുടെ ഘടന മറികടന്ന് നൈറ്റ് ലൈഫ് എന്ന ജീവിത രീതിയിലേക്ക് വഴിമാറുകയോ മാറേണ്ടി വരികയോ ചെയ്തിരിക്കുന്നു. ഉറക്കം മനുഷ്യജീവിതത്തിന്റെ മൂന്നിലൊന്നിനെ ഉൾക്കൊള്ളുന്ന അത്യാവശ്യ ഘടകമായിട്ടും അതിന്റെ പ്രാധാന്യം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. ഉറക്കം വെറും വിശ്രമമല്ല, മറിച്ച് ഹോർമോണുകളുടെ ഉൽപാദനം, മാനസിക സംതൃപ്തി, ശരീരത്തിന്റെ പുനരുദ്ധാരണ ശേഷി, പ്രതിരോധ വ്യവസ്ഥയുടെ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഭക്ഷണം, വെള്ളം, ശ്വസനം എന്നിവ പോലെ തന്നെ ഉറക്കവും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു അടിസ്ഥാന ഘടകമാണ്. ഉറക്കത്തിനിടയിലാണ് നമ്മുടെ മസ്തിഷ്കം ദിനം പ്രതി സമാഹരിച്ച വിവരങ്ങൾ ക്രമീകരിക്കുന്നത്, ശരീരത്തിലെ കോശങ്ങൾ പുനരുദ്ധാരണം നടത്തുന്നത്, ഹോർമോണുകൾ സന്തുലിതമാകുന്നത് തുടങ്ങിയ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതിനാൽ ഉറക്കം വിശ്രമം മാത്രമല്ല, പുനരുജ്ജീവനം കൂടിയാണ്. ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് 3 മുതൽ 4 ദിവസം വരെ മാത്രമേ ഉറക്കമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂവെന്നാണ്. അതിനുശേഷം ശരീരവും മനസ്സും അതീവ പ്രതികൂലമായി പ്രതികരിക്കുന്നു. ശ്രദ്ധയും ഓർമ്മയും കുറയൽ, ഭ്രാന്താത്മകത, ആശയക്കുഴപ്പം, സമയം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, ശരീരവേദന, ക്ഷീണം, കാഴ്ച വൈകല്യം തുടങ്ങിയവ ഉറക്കക്കമ്മി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദീർഘകാല ഉറക്കക്കുറവ് ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം, വിഷാദം, ബുദ്ധിക്ഷയം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു. 1964 അമേരിക്കൻ വിദ്യാർത്ഥിയായ റാൻസി ഗാർട്ട്നർ 11 ദിവസം അഥവാ 264 മണിക്കൂർ ഉറക്കമില്ലാതെ തുടരാനുള്ള പരീക്ഷണം നടത്തി. അത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉറക്കമില്ലായ്മയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷണത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന് ഭ്രമം, സംസാര വൈകല്യം, ഓർമ്മക്കുറവ് തുടങ്ങിയ ഗുരുതര മാനസിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയുണ്ടായിരുന്നു. മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസ് എന്ന ഭാഗമാണ് ഉറക്കചക്രം നിയന്ത്രിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിലുണ്ടാകുന്ന ചെറിയ തകരാറുകൾ പോലും ഉറക്ക രീതിയെ വൻതോതിൽ ബാധിക്കുന്നു. ഉറക്കം നഷ്ടമാകുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി തകർക്കുകയും ഹോർമോൺ ഉൽപാദനം തടസ്സപ്പെടുത്തുകയും മാനസികാരോഗ്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു.